ചൈനീസ് റിമൈൻഡർ തിയറത്തിൻ്റെ ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നടത്തിയാണ്. ഇന്ന് അതിൻ്റെ 2-3 പ്രോബ്ലംസ് കൂടി ഡിസ്കസ് ചെയ്യുന്നത്. എക്സ് ഈസ് കോൺഗ്രന്റ് ടു മോഡ് 3, എക്സ് ഈസ് കോൺഗ്രന്റ് ടു 3 മോഡ് 5, എക്സ് ഈസ് കോൺഗ്രന്റ് ടു 2 മോഡ് 7. അപ്പം 3 സൈമൾട്ടേനിയസ് കോൺഗ്രൻസുകൾ തന്നിട്ടുണ്ട്. നമുക്കതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണം യൂസിങ് ചൈനീസ് റിമൈൻഡർ തിയറം. അല്ല, ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ മോഡ് 3 കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 5 × 7 അതാണ് 105. ഇനി നെക്സ്റ്റ് നമ്മൾ N1, N2, N3 ഫോം ചെയ്യണം. അപ്പോൾ N1ൻ്റെ ഇക്വേഷൻ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് ക്യാപിറ്റൽ N ബൈ സ്മോൾ മോഡുലസ് N1. അപ്പോൾ ക്യാപിറ്റൽ N1 ഈക്വൽ ടു ക്യാപിറ്റൽ എൻ്റെ വാല്യൂ 105 ഡിവൈഡ് ബൈ ഫസ്റ്റ് മോഡുലസ് 3, സോ 105/3 ഈക്വൽ ടു 35. ഇനി N2 കണ്ടുപിടിക്കണമെങ്കിൽ സെയിം പ്രോസസ്സ് തന്നെ. താഴെ ചെറിയ N2 ആവും, ഇവിടെ താഴെ ചെറിയ N3 ആവും, അത്രയുള്ള ഡിഫറൻസ്. സോ N2 ഈക്വൽ ടു ക്യാപിറ്റൽ N ബൈ N2. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 105 ആണ്. N2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനുള്ള മോഡുലസ്, ദാറ്റ് ഈസ് 105/5 ഈക്വൽ ടു 21. ദെൻ N3 ഈക്വൽ ടു ക്യാപിറ്റൽ N ബൈ സ്മോൾ n3 ഈക്വൽ ടു ക്യാപിറ്റൽ N 105 ആണ്, സ്മോൾ n3 7 ആണ്. സോ 105/7 ഈക്വൽ ടു 50. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്യാപിറ്റൽ N കണ്ടുപിടിച്ചു. സെക്കൻഡ് സ്റ്റെപ്പിൽ N1, N2, N3 കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമ്മൾ ലീനിയർ കോൺഗ്രുവൻസ് ഇക്വേഷൻ ഫോം ചെയ്യണം. ലീനിയർ കോൺഗ്രുവൻസ്. സോ N1 X1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് N1. അപ്പോൾ ഈ N1 നമുക്കറിയാം 35 ആണ്, X1 അറിഞ്ഞൂടാ. 35 X1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് സ്മോൾ n1 ഈസ് 3. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? 35 X1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. സോ 3 ഡിവൈഡ്സ് 35 X1 മൈനസ് 1. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രയൽ ആൻഡ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ നോക്കുക. X1 ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുക. 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 34 ആണ്, അത് 3 കൊണ്ട് ഡിവൈസിബിൾ അല്ല. 2 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 69 ആണ്. 35 × 2 70 മൈനസ് 1 69. 69 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. എൻ്റെ വാല്യൂ ഓഫ് X1 ഈക്വൽ ടു 2. അപ്പോൾ N1 X1 മാത്രം പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി N2 X2 ചെയ്യണം, N3 X3 ചെയ്യണം. നെക്സ്റ്റ് ഈസ് N2 X2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് സ്മോൾ n2. N2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 21 ആണ്. സോ 21 X2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് സ്മോൾ n2 എന്ന് പറയുന്നത് 5 അതാണ് എഴുതിയിരിക്കുന്നത്. സോ 21 X2 മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? 5ൻ്റെ ഡിവിസിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. സോ 5 ഡിവൈഡ്സ് 21 X2 മൈനസ് 1. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ട്രയൽ ആൻഡ് മെത്തേഡ് നോക്കുന്നു. X ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവും. X2 1 കൊടുത്താൽ നമുക്ക് എന്തറിയാം? 21 മൈനസ് 1 ഈക്വൽ ടു 20. സോ 5 ഡിവൈഡ്സ് 20. സോ X2 ഈസ് ഈക്വൽ ടു 1. ഇനി തേർഡ് കോൺഗ്രുവൻസ് N3 X3 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് N3. അപ്പോൾ N3 എന്ന് നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? 15 ആണ്. സോ 15 X3 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് സ്മോൾ n3 ഈക്വൽ ടു 7. 15 X3 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 7. അപ്പോൾ 15 X3 മൈനസ് 1 എന്തായിരിക്കും? 7 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. സോ 7 ഡിവൈഡ്സ് 15 X3 മൈനസ് 1. ഇവിടെ നമുക്ക് X3 1 കൊടുക്കുമ്പോൾ തന്നെ സാറ്റിസ്ഫൈഡ് ആവും. X3 ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ 15 മൈനസ് 1 ഈക്വൽ ടു 14. സോ 7 ഡിവൈഡ്സ് 14. ഹെൻസ് X3 ഈക്വൽ ടു 1. ഇത് 7/14 എന്നല്ല, 7 ഡിവൈഡ്സ് 14 എന്നാണ് വായിക്കുന്നത്. നമ്മുടെ ഫൈനൽ സൊല്യൂഷനിലേക്ക് പോകാം. നമ്മുടെ ഇക്വേഷൻ എഴുതാം. ആദ്യം A1 X1 N1 പ്ലസ് A2 X2 N2 പ്ലസ് A3 X3 N3 മോഡ് ക്യാപിറ്റൽ N. അപ്പോൾ ക്യാപിറ്റൽ N നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ച് 105. അപ്പോൾ അതാണ് അവിടെ ലാസ്റ്റ് എഴുതിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഓരോന്നിൻ്റെയും A1 X1 N1 എടുക്കുക. ഫസ്റ്റ് കേസിൽ A1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് A1. ഇനി X1 നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. സോ 2 × 2 ഇൻറ്റു ക്യാപിറ്റൽ N1 ദാറ്റ് ഇസ് 35. 2 × 2 × 35. ഇനി അടുത്തത് A2 X2 N2. A2 എന്ന് പറഞ്ഞാൽ 3. X2 നമുക്ക് എത്ര കിട്ടി? 1 കിട്ടി. N2 എന്ന് പറയുന്നത് 21. സോ 3 × 1 × 21. അതാണ് സെക്കൻഡ് ടേം. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ A3 X3 N3. A3 എന്ന് പറഞ്ഞാൽ 2 ആണ്. X3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 തന്നെയാണ് കിട്ടിയത്. ഇനി N3 എന്ന് പറഞ്ഞാൽ 15. സോ 2 × 1 × 15. അപ്പോൾ അതാണ് തേർഡ് ടേം. സിംപ്ലിഫൈ ചെയ്യുക, ആഡ് ചെയ്യുക. വിൽ ഗെറ്റ് 233 മോഡ് 105. 233നെ 105 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 23 മോഡ് 105. അപ്പോൾ ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ, അല്ലെങ്കിൽ യൂണിക് സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. X ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 3, X ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 5, X ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡ് 7. നേരത്തെ പോലെ തന്നെയാണ്. കുറേ കാര്യങ്ങൾ സിമിലർ ആണ്. എന്തൊക്കെ സിമിലർ? നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. 3, 5, 7 നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ സെയിം തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അതേപോലെ ഒരേപോലെ കിട്ടാം. ക്യാപിറ്റൽ N ചേഞ്ച് ഒന്നുമില്ല. 3 × 5 × 7 105 തന്നെ. അതുപോലെ N1ഉം N2ഉം N3ക്കും ഒരു ചേഞ്ചും വരത്തില്ല. ഈ മോഡൽ നേരത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന അതേ മോഡലേ ആയിരുന്നതുകൊണ്ട്. സോ 35, 21, 15 തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാത്തിനും നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ക്യാപിറ്റൽ N ബൈ സ്മോൾ N1, N2, N3 ഏതാണെന്ന് വെച്ചാൽ ആ സമയത്ത് ഉപയോഗിക്കുന്നത് കൊടുക്കുക. ക്യാപിറ്റൽ N 105 ആണ്. പിന്നെ സ്മോൾ ഇതിൻ്റെ ഫസ്റ്റ് വൺ കേസിലാകുമ്പോൾ 3 ആക്കും ഡിവൈഡ് ചെയ്യാൻ. സെക്കൻഡ് കേസിലാകുമ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. തേർഡ് കേസിലാകുമ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
അപ്പോൾ n1 n2 n3 കിട്ടി. നെക്സ്റ്റ് നമ്മൾ n1 x1 is congruent to 1 mod n1. നമ്മളുടെ ഫസ്റ്റ് കോൺഗ്രുവൻസ് ലീനിയർ കോൺഗ്രുവൻസ് ഫോം ചെയ്യണം. അപ്പോൾ n1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 35 ആണ്. 35 x1 is congruent to 1 mod സ്മോൾ n1 എത്രയാണ് 3. സോ ഇത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 35 x1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. സോ 3 ഡിവൈഡ്സ് 35 x1 മൈനസ് 2. നെക്സ്റ്റ് നമ്മൾ 2 കൊടുക്കുമ്പോഴാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുക. അപ്പോൾ നേരത്തെ പോലെ തന്നെയാണ് x1 ഈക്വൽ ടു 2 കിട്ടി, x2 ഈക്വൽ ടു 1 കിട്ടി, x3 ഈക്വൽ ടു 1 കിട്ടി. നമുക്ക് ഡിഫറൻസ് ഒന്നും വരാത്ത എന്തുകൊണ്ടാണ്? ക്യാപിറ്റൽ n സ്മോൾ n ക്യാപിറ്റൽ n1 ഒക്കെ സെയിം ആയതുകൊണ്ടാണ്. സ്മോൾ n1 സ്മോൾ n2 സ്മോൾ n3 ഒക്കെ സെയിം ആണ്. നമുക്ക് ആകെ ക്വസ്റ്റ്യനിൽ ഡിഫറൻസ് എവിടെ മാത്രമേ വന്നിട്ടുള്ളൂ? ഈ ഒരു പോർഷനിൽ മാത്രമേ ഡിഫറൻസ് വന്നിട്ടുള്ളൂ. അതായത് A1 A2 A3 കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 2 3 2 ആയിരുന്നു. ഇവിടെ നമുക്ക് എന്തായി? അത് 1 2 3 ആയി. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഇക്വേഷൻ, അതായത് യൂണിക് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷനിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ A1 x1 ക്യാപിറ്റൽ N1, A2 x2 ക്യാപിറ്റൽ N2, A3 x3 ക്യാപിറ്റൽ N3 മോഡ് ക്യാപിറ്റൽ N. ഇപ്പം ഈ ക്യാപിറ്റലിനൊക്കെ നേരത്തെ പോലെ സെയിം ആണ്. അപ്പോൾ ഡിഫറൻസ് എന്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ? A1 x1 N1 എന്ന് പറഞ്ഞാൽ A1 എന്ന് പറഞ്ഞാൽ എന്തായി? 1 ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ 2, 1 ഇൻറ്റു 2 ഇൻറ്റു 35 അതാണ് ഫസ്റ്റ് ടേം. ഇനി സെക്കൻഡ് വരുന്നത് എന്താ? A2 ഇൻറ്റു x2, ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 ഇൻറ്റു 21 അതാണ് സെക്കൻഡ് ടേം. ഇനി തേർഡ് കേസിലാണെങ്കിൽ 3 ഇൻറ്റു 1 ഇൻറ്റു 15, അപ്പോൾ അതാണ് തേർഡ് ടേം. മൾട്ടിപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, മോഡ് 105 കണ്ടുപിടിക്കുക. സോ 157 ആണ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. 157 105 ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 52 മോഡ് 105. ഒരു ക്വസ്റ്റിനും കൂടെ. x is congruent to 5 mod 6, x is congruent to 4 mod 11, x is congruent to 3 mod 17. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മോഡിലെ 6 11 17 ആണ്. അപ്പോൾ ഓരോ നമ്മളെടുത്ത് നോക്കിയാൽ അറിയാം ഇതിൻ്റെ GCD എന്ത് കിട്ടുള്ളൂ? 1 കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ കോമൺ ഫാക്ടേഴ്സ് 1 അല്ലാണ്ട് വേറൊന്നും വരുന്നില്ല അവർക്ക്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റിലേറ്റീവ് പ്രൈമാണെന്ന് മനസ്സിലായി. ഈ ക്യാപിറ്റൽ N നമ്മൾ കണ്ടുപിടിക്കുന്നു. മോഡിൻ്റെ 3 പ്രൊഡക്റ്റ് 6 ഇൻറ്റു 11 ഇൻറ്റു 17 ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ക്യാപിറ്റൽ N കിട്ടി 1 1 2 2. നെക്സ്റ്റ് നമ്മൾ N1 N2 N3 കണ്ടുപിടിക്കണം. N1 കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? ഇതെടുക്കുക, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ നമുക്ക് N1 കിട്ടി. ഇനി ഇതേ ക്യാപിറ്റൽ N എടുത്ത് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് N2 കിട്ടും. ഇതേ സാധനം എടുത്ത് തേർഡ് മോഡിലെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ N3 കിട്ടും. അപ്പോൾ N1 N2 N3 നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ 3 ലീനിയർ കോൺഗ്രുവൻസ് ഫോം ചെയ്യണം. ഫസ്റ്റ് വൺ എന്താണ്? N1 x1 is congruent to 1 mod സ്മോൾ n1 ആണ് വരേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ N1 is 187. 187 x1 is congruent to 1 mod സ്മോൾ n1, ദാറ്റ് ഈസ് 6. ദാറ്റ് ഈസ് 187 x1 മൈനസ് 1 എന്തായിരിക്കണം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. നമ്മൾ എക്സിന് 1 കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് വാല്യൂ സാറ്റിസ്ഫൈഡ് ആയി കിട്ടും. 187 മൈനസ് 1 ദാറ്റ് ഈസ് 186. 186 എന്ന് പറഞ്ഞാൽ 6 കൊണ്ട് നമുക്ക് ഡിവിസിബിൾ ആണ്. ഇനി അതുപോലെ സെക്കൻഡ് കോൺഗ്രുവൻസ് N2, അതായത് 102 x2 is congruent to 1 mod നമ്മൾ ചെറിയ സെക്കൻഡ് മോഡുലസ്, ദാറ്റ് ഈസ് 11. 102 x2 മൈനസ് 1നെ 11 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. സോ 11 ഡിവൈഡ്സ് 102 x2 മൈനസ് 1. ഇവിടെ നമ്മൾ ട്രയൽ ആൻഡ് എറർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. x2ന് 4 കൊടുക്കുമ്പോൾ നമുക്കിവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടും. സോ x2 ഈക്വൽ ടു 4. x2 ഈക്വൽ 4 കൊടുക്കുക വെച്ചാൽ 102 ഇൻറ്റു 4 കണ്ടുപിടിക്കുക, മൈനസ് 1 ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് എന്തായാലും 11 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ 1 മുതൽ ഓരോന്നോരോന്ന് ചെയ്ത് നോക്കാം. ഇനി തേർഡ് കോൺഗ്രുവൻസ് ഈസ് N3, 66 x3 is congruent to 1 mod നമ്മളുടെ മോഡിലെ ഈസ് 17. അപ്പോൾ 66 x3 മൈനസ് 1നെ നമുക്ക് 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 17 ഡിവൈഡ്സ് 66 x3 മൈനസ് 1, x3 ഈക്വൽ ടു 8 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവിടെ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ x1 x2 x3 നമുക്ക് കിട്ടി. നെക്സ്റ്റ് എന്ത് ചെയ്യാം? നമ്മളുടെ യൂണിക് സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യാം. A1 x1 N1 അതാണ് വരേണ്ടത്. A1 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു x1 1 ഇൻറ്റു 187, 5 ഇൻറ്റു 1 ഇൻറ്റു 187 അതാണ് ഫസ്റ്റ്. സെക്കൻഡിൽ വരുന്ന A2 ഇൻറ്റു x2 ഇൻറ്റു N2, അപ്പോൾ 4 ഇൻറ്റു 4 ഇൻറ്റു 102 അതാണ് സെക്കൻഡ് ടേം. ഇനി തേർഡ് കേസിൽ ഇവിടെ നമ്മൾ A3 ഇൻറ്റു x3 ഇൻറ്റു N3, അപ്പോൾ 3 ഇൻറ്റു 8 ഇൻറ്റു 66 അതാണ് തേർഡ് ടേം. മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് 4151 മോഡ് 102 1122. 1122 നമുക്കറിയാം നമ്മുടെ ക്യാപിറ്റൽ N ആണ്. ഇനി 4151നെ 1122 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, വിൽ ഗെറ്റ് ദ റിമൈൻഡർ ഓഫ് 788. അപ്പോൾ അത്രേ ഉള്ളൂ ചൈനീസ് റിമൈൻഡർ തിയറം. ഈ ഒരു പ്രോസസ്സ് അറിഞ്ഞിരിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് ഓർഡറിൽ ചെയ്യണം, ആ ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാലുള്ള നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും.